അങ്ങനെ മദേഴ്സ് ഡേ വന്നു. മദേഴ്സ് ഡേ ആയിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് ഒരു പടം വരച്ചിട്ട് ഒരു കാർഡായിട്ട് ആദ്യം കൊടുത്താലോ എന്ന്, കൂടെ ഒരു ചോക്ലേറ്റും കൂടെ കൊടുത്താൽ സെറ്റ്. പക്ഷേ അത് പോരാൻ തോന്നി. അപ്പം ഞാൻ ഓർത്തു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണേ. അങ്ങനെ ഞാൻ വിചാരിച്ചു, ഞാനങ്ങനെ അധികം കുക്ക് ചെയ്യാത്ത ആളാണ്, പിന്നെ സേമിയ മിക്സ് ഉള്ളത് കൊണ്ട് നമുക്ക് അധികം കഷ്ടപ്പെടേണ്ട പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സേമിയ പായസം ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഞാൻ നേരെ ഫ്രിഡ്ജിൽ പോയി പാലെടുത്തു, സേമിയ മിക്സ് എടുത്തു, നട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ പണി തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഓർത്ത് പഞ്ചസാര വേണമല്ലോ, പഞ്ചസാര എടുത്തു വെച്ചു. അതിനുശേഷം ഗീയും എല്ലാം എടുത്തു വെച്ചു, പാലൊഴിച്ച് നേരെ പാല് അടുപ്പിൽ വെച്ചു. പിന്നെ അതിൻ്റെ ബാക്കിലെല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുള്ളത് കൊണ്ട് എനിക്ക് വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ സേമിയ മിക്സ് പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഓൾറെഡി പഞ്ചസാര അതിനകത്തുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി എന്തിനാണ് എക്സ്ട്രാ. അപ്പം നമ്മുടെ ആദ്യം എടുത്ത പഞ്ചസാര ഞാൻ അങ്ങോട്ട് വയ്ക്കി, എന്നിട്ട് സേമിയ മിക്സ് പാലിലേക്ക് ആഡ് ചെയ്തു. അമ്മയ്ക്ക് ഇനി ഇത് എങ്ങനെ ഒന്ന് പ്രസൻറ്റ് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് എന്തെങ്കിലും വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് അമ്മേനെ നേരെ റൂമിലാക്കിയിട്ട് ഡൈനിങ് ടേബിളിൽ തന്നെ പോയി സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ സേമിയ പായസം റെഡിയായി. അങ്ങനെ നട്ട്സൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്തതിന് ശേഷം ഞാൻ ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി സേമിയ പായസം വെച്ചു. പിന്നെ നമ്മുടെ കാർഡും ചോക്ലേറ്റും കൂടെ എടുത്ത് വെച്ചിട്ട് അമ്മേനെ വിളിച്ചു. അമ്മയ്ക്ക് ആദ്യം കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല. ഞാൻ രാവിലെ തന്നെ അടുക്കളയിൽ കയറി മൊത്തം ലോക്ക് ചെയ്തിട്ട് എന്തോ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു, വീഡിയോ എടുക്കാനാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം അത് കഴിഞ്ഞാണ് അമ്മയ്ക്ക് എത്തിയത് ഓക്കെ ഇന്ന് മദേഴ്സ് ഡേ ആണെന്നുള്ള കാര്യം. പിന്നെ ആള് ഭയങ്കര ഹാപ്പിയായി. ഞാൻ വലുതായി വരുന്നവരും എനിക്ക് അമ്മയായിട്ട് നന്നായി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഏതൊരു ബാഡ് സിറ്റുവേഷനിലും എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാളാണ്. എന്നെ ഏത് രീതിയിലാണോ മനസ്സിലാക്കേണ്ടത് ആ രീതിയിലൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ച് എൻ്റെ കൂടെ നിൽക്കുന്നതാണ്. അപ്പോൾ ഇത്രയെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ. അങ്ങനെ അമ്മ ഹാപ്പിയായി. എനിക്കും കാണാനും ഒരു ഉമ്മ വന്നിട്ട് ഞങ്ങൾ മദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്തു.